Good afternoon. Good afternoon, ma'am. നമ്മള് ഫങ്ഷൻസ് വരെയല്ലേ എടുത്തു നിർത്തിയത് ഹൗസ് കീപ്പിംഗിന്റെ ഫങ്ഷൻസ് എത്ര വരെയല്ലേ എടുത്തത്? ഓക്കെ, എന്തൊക്കെയായിരുന്നു ഫങ്ഷൻസ് ഹൗസ് കീപ്പിംഗിന്റെ? ഒരാളൊന്ന് പറഞ്ഞേ. വായിച്ചോ? എടുത്ത ഭാഗങ്ങൾ വായിച്ചായിരുന്നോ വീട്ടില് വെച്ച്? വായിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തൊക്കെയായിരുന്നു ഹൗസ് കീപ്പിംഗിന്റെ ഫങ്ഷൻസ്? ഡെയിലി ക്ലീനിങ്. ഡെയിലി ക്ലീനിങ് ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യാ ഡെയിലി? സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർസ്, ഡസ്റ്റിങ്, ഫർണിച്ചർ ക്ലീനിങ്, പിന്നെ ഫിക്സർ വാൾസ്, സീലിങ്സ്, വിൻഡോസ് ആൻഡ് ബാത്റൂംസ്, പിന്നെ എംറ്റി ട്രാഷസ്, പിന്നെ ഡീഫോസ്റ്റിംഗ് റെഫ്രിജറേറ്റേഴ്സ്, നഴ്സിംഗ് സ്റ്റേഷൻസ് ഒക്കെ ഡെയിലി ക്ലീൻ ചെയ്യണം. പിന്നെ പീരിയോഡിക് ക്ലീനിങ്. പീരിയോഡിക് ക്ലീനിങ് എന്ന് പറയുന്നത് ഇത് ഇൻക്ലൂഡ് വാഷിങ്, വാക്സിങ് ഫ്ലോറ്, ക്ലീനിങ് കാർപ്പറ്റ്സ്, ഡസ്റ്റ് ഹൈ സീലിങ്, പിന്നെ ചേഞ്ചിങ്, അതായത് ഡയപ്പേഴ്സ്, തുണികളൊക്കെ ചേഞ്ച് ചെയ്യുക. പിന്നെ തേർഡ് വൺ ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ, അതായത് ട്രാഷസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതൊക്കെ വേരിയസ് പോയിന്റില് ഹോസ്പിറ്റലിൽ നിന്ന് മൂവ് ചെയ്തിട്ട് അവിടെ ഇൻസിനറേറ്റർ ഡംസ്റ്ററിൽ കത്തിച്ച് കളയുകയൊക്കെ ചെയ്യുക. പിന്നെ ഡിസ്ചാർജ് ക്ലീനിങ്, പേഷ്യന്റ് ഡിസ്ചാർജ് ആയതിനു ശേഷം റൂമൊക്കെ മറ്റൊരു പേഷ്യന്റ് വന്നതിന് മുമ്പ് ക്ലീൻ ആക്കി റൂം റെഡിയാക്കി വെക്കുന്നതിനെയാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ്സ്, അതായത് ഈ സൂക്ഷ്മജീവികളെയും പ്രാണികളെയൊക്കെ നശിപ്പിക്കുക. പിന്നെ പ്രിവെന്റിങ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ഒക്കെ വരുന്നതിനൊക്കെ തടയുക. അതൊക്കെ നല്ല പേഷ്യന്റിന്റെ കെയർ വരുത്താൻ വേണ്ടി അതെല്ലാം തടയുക, ഇൻഫെക്ഷൻ വരുന്നതെല്ലാം തടയുക. അതുപോലെ തന്നെ വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം വാട്ടറൊക്കെ ചെയ്ത് സംരക്ഷിക്കുക. ഓക്കെ, വെരി ഗുഡ്. ഇത്ര വരെയല്ലേ നമ്മൾ എടുത്തത്? ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ. നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്, രണ്ട് തരത്തിലുള്ള ടൈപ്സ് ആണ് ഹൗസ് കീപ്പിംഗിനുള്ളത്. ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഇൻ ഹൗസ് സർവീസ്. ഇൻ ഹൗസ് സർവീസ് ഉണ്ട്, ഔട്ട്സോഴ്സിംഗ് സർവീസ് ഉണ്ട്. ഇനി ഇൻ ഹൗസ് സർവീസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇൻസോഴ്സിംഗ് സർവീസസ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇൻ ഹൗസ് സർവീസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇൻസോഴ്സിംഗ് സർവീസസ്. ഇനി ഇൻസോഴ്സ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് കുറിച്ച് വെച്ചോളൂ കേട്ടോ, ഒന്ന് എഴുതി വെച്ചോളൂ. ഒരു വരയേ ഉള്ളൂ കേട്ടോ, ഒന്ന് എഴുതി വെച്ചോ. ഇൻസോഴ്സിംഗ് സർവീസ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് insourcing service is the practices of assigning this work to existing employees. Insourcing services is the practice of assigning this work to existing employees. എന്താണ്? നിലവിലുള്ള ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന രീതിയാണ് ഇത് ഇൻഹൗസ് സർവീസസ് ഓർ ഇൻസോഴ്സിംഗ് സർവീസസ്. ഹോസ്പിറ്റലിലുള്ള ജോലിക്കാരെ കൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിക്കുന്ന രീതി, അതാണ് ഇൻഹൗസ് സർവീസസ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ ഇൻഹൗസ് സർവീസസ്?
നോട്ട് ചെയ്ത് വെച്ചോ? ഓക്കെ. ഇനി ഔട്ട്സോഴ്സിംഗ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതിക്കോളൂ കേട്ടോ. Outsourcing services is the practice of chapter housekeeping. Outsourcing services is the practice of hiring an outside company or contractor to perform work. ജോലി ചെയ്യിപ്പിക്കുന്നതിനായി പുറമേയുള്ള കമ്പനിയെയോ കരാർ അടിസ്ഥാനത്തിലോ ആളുകളെ നിയമിക്കുന്ന രീതി. ജോലി ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുറമേയുള്ള കമ്പനിയെയോ കരാർ അടിസ്ഥാനത്തിലോ ആളുകളെ നിയമിക്കുന്ന രീതിയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ക്ലിയർ ആയോ? ഇൻ ഹൗസ് സർവീസസും ഔട്ട്സോഴ്സ് സർവീസസും കിട്ടിയോ എല്ലാവർക്കും? ഓക്കെയാണ്. ഇനി അതിന്റെ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് നോക്കിയേ. എലമെന്റ്സ് ഇൻ ഹൗസ് സർവീസസ് ആൻഡ് ഔട്ട്സോഴ്സ് സർവീസസ്. എലമെന്റ്സിൽ ഫസ്റ്റ് വണ്ണാണ് നമ്പർ. ഇൻ ഹൗസ് സർവീസസിൽ എന്തായിരിക്കും? ഫിക്സഡ് ആസ് പെർ ദ ഓതറൈസേഷൻ. അംഗീകാരം അനുസരിച്ച് നിശ്ചയിച്ചിരിക്കുന്നു. നമ്പർ എന്ന് പറയുന്നത് അവിടെ ഫിക്സഡ് ആണ്. ഇനി എന്താണ്? ഔട്ട്സോഴ്സ് സർവീസിൽ എന്തായിരിക്കാം? ക്യാൻ വാരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്. വർക്ക് ലോഡ് അനുസരിച്ച് അവിടെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ അതിന്റെ ഇൻ ഹൗസ് സർവീസസിൽ ഫിക്സഡിന്റെ അടിയിൽ ഒന്ന് വരച്ചു വെക്കാം. ഔട്ട്സോഴ്സ് സർവീസസിന്റെ അവിടെ വാരി എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്പർ ആണെങ്കിൽ നമ്പറില് ഇൻ ഹൗസ് സർവീസസ് അവിടെ ഫിക്സഡ് ആണ്. അതുപോലെ ഔട്ട്സോഴ്സ് സർവീസസ് എന്ന് പറഞ്ഞാല് വർക്കിലോട് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും, വാരി ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആയില്ലേ നമ്പർ? ഇനി എന്താ? കൺട്രോൾ അല്ലേ? മേൽനോട്ടം വഹിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇൻ ഹൗസ് സർവീസിലാണെങ്കിൽ ഡയറക്റ്റ് കൺട്രോൾ ആണ്. ഇനി ഔട്ട്സോഴ്സ് സർവീസിലാണെങ്കിലോ ത്രൂ കോൺട്രാക്ടർ. കോൺട്രാക്ടർ പറയുന്നതനുസരിച്ചാണ് അവർ വർക്ക് ചെയ്യുന്നത് അല്ലെ? അതുകൊണ്ട് അവിടെ കൺട്രോൾ വഹിക്കുന്നത് ആരാണ്? കോൺട്രാക്ടർ ആണ്. ഇനി ഡിസിപ്ലിൻ എങ്ങനെയാണ്? പരിശീലനം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇൻ ഹൗസ് സർവീസിൽ എങ്ങനെയാണ്? ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. അഡ്മിനിസ്ട്രേഷൻ ഏരിയ അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും, പോളിസീസ് ആയാലും പ്രൊസീജിയേഴ്സ് ആയാലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇൻ ഹൗസ് സർവീസിൽ അവരെ എന്താണ് പരിശീലിപ്പിക്കുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടെ അടിസ്ഥാനത്തിലാണ്. അവർ പറയുന്നതനുസരിച്ചിട്ട് പ്രകാരമാണ് വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ എന്താണ്? ഔട്ട്സോഴ്സ് സർവീസിലാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? കോൺട്രാക്ടർക്കായിരിക്കും. ഇനി എന്താണ്? കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്. സ്റ്റാഫിന്റെ തുടർച്ച എങ്ങനെയാണ്? അഷ്വർ ഹാൻസ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ ബി മോർ സ്റ്റേബിൾ. എന്താണ് അഷ്വർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താണ്? ഉറപ്പുവരുത്തുക അല്ലെ? അഷ്വർ ഉറപ്പുവരുത്തുക. അവിടെ എന്താണ്? ഈ സ്റ്റാഫിന്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്, മോർ സ്റ്റേബിൾ ആണ്, സ്ഥിരമാണ്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എന്താണ്? സ്റ്റേബിൾ ആയിരിക്കും, സ്ഥിരമായിരിക്കും. പിന്നെ എന്താണ്? ഈ ഔട്ട്സോഴ്സ് സർവീസിൽ നോക്കിയേ, സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ച് ഹാൻഡ്സ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ വാരി. എന്താണ്? സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് അതെന്ത് ചെയ്തുകൊണ്ടിരിക്കും? വാരി ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? അപ്പം ചിലവര് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ചിലപ്പോൾ 6 months ആവാം, ചിലവരെന്താണ് 1 year ആവാം. അങ്ങനെ ആ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തില് സ്റ്റാഫിന്റെ കണ്ടിന്യൂറ്റി തുടർച്ച എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇനി എന്താണ്? ലീവ് ഓർ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്. ലീവ് എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത്? ഇൻ ഹൗസ് സർവീസിലാണെങ്കിൽ നോ ലീവ് റിലീഫ് ആണ്. ഓക്കെ,
ഇൻ ഹൗസ് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവിടെ ഉണ്ടാവില്ല, ലീവ് ഉണ്ടാവില്ല. ഇനി എന്താണ്, ഔട്ട്സോഴ്സ് സർവീസിലാണെങ്കിൽ കോൺട്രാക്ടർ പ്രൊവൈഡ്സ് ലീവ് റിലീഫ് ഇഫ് സോ സ്പെസിഫൈഡ് ഇൻ TORS, ടേം ഓഫ് റഫറൻസ്. അവര് കൊടുക്കുന്ന റഫറൻസിന്റെ അടിസ്ഥാനത്തില് ഈ കോൺട്രാക്ടർ എന്ത് ചെയ്യും, ലീവ് അനുവദിച്ചു കൊടുക്കുന്നു. ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബിന്റെ വിവരണം എങ്ങനെയാണ്? എന്താണ്, ലേഡ് ഡൗൺ ബൈ അതോറിറ്റി, അധികാരികള് നിശ്ചയിച്ചിട്ടുള്ള പ്രകാരമാണ് അവരെന്ത് ചെയ്യണം, അവരുടെ ജോബ് എന്താണ് എന്നുള്ളത് കേട്ടോ. അവിടെ അധികാരികൾ പറയുന്നതനുസരിച്ചായിരിക്കും ഓരോരുത്തരും വർക്ക് ചെയ്യേണ്ടത്. ഇനി ഔട്ട്സോഴ്സിൽ എന്താണ്, ആസ് പെർ ദ ടേംസ് ഓഫ് റഫറൻസ് ഓഫ് എ കോൺട്രാക്ട്, എന്താണ്, കരാറിന്റെ നിബന്ധനകൾ അനുസരിച്ച്, റഫറൻസ് അനുസരിച്ചിട്ട് അല്ലെ, ടേംസ് ഓഫ് റഫറൻസ് ഓഫ് എ കോൺട്രാക്ട്, കരാറിന്റെ നിബന്ധനകൾക്കനുസരിച്ചിട്ടായിരിക്കാം അവിടെ ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എന്താണ്, എൻഷുറിംഗ് ക്വാളിറ്റി, ക്വാളിറ്റി എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്? ഇൻ ഹൗസ് സർവീസിലാണെങ്കിൽ അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ, ചിലപ്പോഴൊക്കെ എന്താണ്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഡിഫിക്കൽറ്റി ഉണ്ടാവാറുണ്ട്. ചിലപ്പോ അവരെ ചില സന്ദർഭങ്ങളിലൊക്കെ അവരെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് അധികാരികൾ ഇല്ലാത്തത് കൊണ്ട് എന്താണ്, അവിടെ ചിലപ്പോ നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് ഡിഫിക്കൽറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഔട്ട്സോഴ്സിൽ എങ്ങനെയാണ്, ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ് ഔട്ട് വിത്ത് ഇൻബിൽറ്റ് പെനാലിറ്റീസ് ഫോർ പുവർ പെർഫോമൻസ്. എന്താ പറയുന്നത്, കോൺട്രാക്ട് ബേസിലാണെങ്കിൽ അവിടെ അവരെ ക്വാളിറ്റി ഡെലിവർ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ, നല്ല ക്ലിയർ ആയിട്ട്, നല്ല സ്മൂത്ത് ആയിട്ട് വേണം ഡെലിവർ ചെയ്യാനായിട്ട്. അല്ലാത്ത പക്ഷം എന്ത് സ്വീകരിക്കും, പെനാലിറ്റി അവർക്കെതിരെ ഉണ്ടാവും, പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇൻ ഹൗസ് സർവീസസ് എന്താണ്, ഔട്ട്സോഴ്സ് സർവീസസ് എന്താണെന്ന് പഠിച്ചു. ഇനി അതിന്റെ ഡിഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്പറിൽ എന്താണ്, ഇൻ ഹൗസ് സർവീസിൽ അവിടെ ഫിക്സഡ് ആണ്, അതുപോലെ ഇവിടെ ഔട്ട്സോഴ്സ് സർവീസിൽ അത് വാരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി എന്താണ്, കൺട്രോൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് കൺട്രോൾ ആണ്. ഇവിടെ കോൺട്രാക്ട് ആയിരിക്കാം കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പരിശീലനം കൊടുക്കുന്നത് അല്ലെ, അങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ് അവിടെ ഡിസിപ്ലിൻ പരിശീലനം നൽകുന്നത്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഇവിടെ ആർക്കാണ്, കോൺട്രാക്ടർക്കാണ്. ഇനി സ്റ്റാഫിന്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഇൻ ഹൗസ് സർവീസില് സ്റ്റേബിൾ ആണ്, സ്ഥിരമായിട്ടാണ് സ്റ്റാഫുകളെ അവിടെ നിയമിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെന്താ, ലീവ് പ്രൊവൈഡ് ചെയ്തത് എങ്ങനെയാണ്, ഇൻ ഹൗസിലാണെങ്കിൽ നോ ലീവ് റിലീഫ് ആണ്. ഇവിടെ ടേംസ് ഓഫ് റെഫറൻസിന്റെ അടിസ്ഥാനത്തില് കോൺട്രാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ലീവ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ്, അതോറിറ്റി അല്ലെ, അധികാരികൾ നിശ്ചയിച്ച പ്രകാരമാണ് അവിടെ ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ്, കരാറിന്റെ നിബന്ധനകൾക്ക് അനുസരിച്ചിട്ടാണ് ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എൻഷുറിംഗ് ക്വാളിറ്റി, ഇൻ ഹൗസിലാണെങ്കിൽ ചില ടൈംസിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടി ഉണ്ട്. ഇവിടെ നല്ല രീതിയിൽ, ഔട്ട്സോഴ്സിംഗിലാണെങ്കിൽ നല്ല രീതിയിൽ ക്വാളിറ്റി ഡെലിവർ ചെയ്യണം, നല്ല സ്മൂത്ത് ആയിട്ട്, നല്ല ക്ലിയർ ആയിട്ട് അവര് ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ അങ്ങനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ നല്ല രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ പെനാൽറ്റി, പിഴ ഈടാക്കാനും സാധ്യതയുണ്ട്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, ഡിഫറൻസ്.
വായിച്ചു നോക്കിയോ? ഓക്കെ ആണോ ആ ബോക്സ്? ഇനി നെക്സ്റ്റ് നോക്കിയേ, ഔട്ട്കംസ് ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. എന്താണ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാല്? എന്താണ്? പരിണിത ഫലങ്ങൾ. അതാണ് ഔട്ട്കംസ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഗുഡ് ഹൗസ് കീപ്പിംഗിന്റെ പരിണിത ഫലങ്ങള് എന്തൊക്കെയാണ്? അതാണ് ഔട്ട്കംസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. അല്ലെ, നല്ല ഹൗസ് കീപ്പിംഗിലൂടെ, നല്ല വൃത്തിയും വെടിപ്പും നല്ല രീതിയിൽ ഹോസ്പിറ്റൽസ് ക്ലീൻ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇൻഫെക്ഷൻസ് പടർന്നു പിടിക്കുന്നത് അവോയ്ഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും. ഇനി എന്താണ്? കർട്ടേൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. അല്ലെ, എന്താണ്? കൂടുതൽ നേരം അല്ലെങ്കിൽ ഹോസ്പിറ്റലില് കൂടുതൽ നേരം ചെലവഴിക്കുന്നത്, ആ ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റേ എന്ന് പറയുന്നത് കുറയ്ക്കാനായിട്ട് പറ്റില്ലേ? അല്ലെ, നല്ല രീതിയിലുള്ള ഹൗസ് കീപ്പിംഗ് സർവീസസ് ആണ് നടക്കുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലുകളിലെ രോഗികൾ കൂടുതൽ നേരം ചെലവഴിക്കുക, ആ സ്റ്റേ എന്ന് പറയുന്നത് എന്താണ്? കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ എന്താണ്? റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. നല്ല രീതിയിൽ മെഡിക്കൽ കെയർ കൊടുക്കുന്നതിനുള്ള കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? കർട്ടേൽ പേഷ്യന്റ് സഫറിങ്. പേഷ്യന്റ് സഫറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗികളുടെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ അല്ലെങ്കിൽ എന്താണ്? രോഗങ്ങൾ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. കഷ്ടപ്പാടുകളൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഇന്റൻസിറ്റീസ് പബ്ലിക് റിലേഷൻസ്. അല്ലെ, നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞില്ലേ, പബ്ലിക് റിലേഷൻസ് നല്ല രീതിയിൽ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മില് ഒരു ഇന്റർ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, അല്ലെ, നല്ല രീതിയിൽ ഒരു ആരോഗ്യപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പഠിച്ചില്ലേ നമ്മള് മുമ്പത്തെ പോർഷനിൽ പഠിച്ചില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ പബ്ലിക് റിലേഷൻ തീവ്രമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? ഇൻക്രീസ്, അവിടെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, പറഞ്ഞു തരാം. ഇൻക്രീസ് പോപ്പുലാരിറ്റി. എൻഹാൻസസ് എന്നുള്ളത് വെട്ടിയിട്ട് ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഇൻക്രീസസ് പോപ്പുലാരിറ്റി എന്നാക്കണം കേട്ടോ. പോപ്പുലാരിറ്റി, ഇൻക്രീസസ് പോപ്പുലാരിറ്റി. ജനപ്രീതി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നല്ല ക്ലീനും നല്ല വൃത്തിയും വെടിപ്പും ഒക്കെ ആയിട്ട് കിടക്കുന്നത് കണ്ടാല് അവിടെ വരുന്ന പേഷ്യൻസ് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതുപോലെ അവര് മറ്റുള്ളവരോട് പറയും, അല്ലെ, നല്ല ബെറ്റർ കെയറിംഗ് ആണ് കൊടുക്കുന്നത്, നല്ല വൃത്തി ഉണ്ട് അവിടെ. അപ്പോ മറ്റുള്ളവരോട് പറയുമ്പോഴെന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ആ പോയിന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇൻക്രീസ് പോപ്പുലാരിറ്റി, ജനപ്രീതി വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? മോർ വിസിറ്റ് ഓഫ് പേഷ്യന്റ്. അല്ലെ, കുറെ അധികം ആളുകൾ പേഷ്യൻസ് അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതെന്താണ്? ഹോസ്പിറ്റലിന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൃത്തിയും വെടിപ്പും അങ്ങനെ നല്ല രീതിയിലുള്ള ക്ലീനിങ് ചെയ്യുന്നതിലൂടെ അവിടെ വരുന്ന പേഷ്യൻസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താണ്? ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അവിടെ ഒന്ന് തിരുത്താം കേട്ടോ, സാറ്റിസ്ഫാക്ഷൻ എന്നാക്കാം. ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നല്ല രീതിയിൽ പേഷ്യന്റിന് സംതൃപ്തി നൽകാനായിട്ട് ഹൗസ് കീപ്പിംഗിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും പോയിന്റ്സ് ആണ് ഔട്ട്കംസ് ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗിൽ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്ന ആ ദിവസങ്ങൾ അല്ലെങ്കിൽ ആ സ്റ്റേ ചെയ്യുന്ന ലെങ്ത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ
കെയർ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. പേഷ്യൻസിന് നല്ല രീതിയിൽ അവരുടെ ദുരിതങ്ങൾ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, തീവ്രമാക്കുന്നുണ്ട്. അതുപോലെ എന്താണ്, ഇൻക്രീസ് പോപ്പുലാരിറ്റി, ജനപ്രീതി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ മോർ പേഷ്യൻസിനെ കൊണ്ടുവരാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യൻസ് വിസിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താണ്, ഗ്രേറ്റ് പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ, നല്ല രീതിയിലുള്ള പേഷ്യൻസിന് സംതൃപ്തി നൽകാനായിട്ട് ഹൗസ് കീപ്പിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ ആണോ? പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. സെക്കൻഡ് പോയിന്റ് പറയണോ? ഓക്കെ. സെക്കൻഡ് പോയിന്റ്, കർട്ടൈൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട്, അല്ലെ, രോഗികൾ കുറെ അധികം നാള് കിടക്കുന്നത് അത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ക്ലീനിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ, അണുവിമുക്തമാക്കുമ്പോൾ, ഓരോ കാര്യങ്ങളും അണുവിമുക്തമാക്കുന്നതിലൂടെയും ക്ലീൻ ചെയ്യുന്നതിലൂടെയും സാനിറ്റൈസ് ചെയ്യുന്നതിലൂടെയും അവരുടെ ആ കിടക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ലെങ്ത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഏതാ, പേഷ്യന്റ് സഫറിങ്, എന്താണ്, രോഗിയുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ രോഗങ്ങൾ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ഇനി? ഓക്കെയാണോ പോയിന്റ്സ്? ഇനി നെക്സ്റ്റ് പോർഷൻസ് നോക്കിയേ. വാട്ട് ഈസ് എ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ്? എന്താണ് ചെക്ക് ലിസ്റ്റ്? ചെക്ക് ലിസ്റ്റ് എന്താ? എന്താ ചെക്ക് ലിസ്റ്റ്? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. ചെക്ക് ലിസ്റ്റ് എന്താ? പേരിൽ തന്നെ ഉണ്ടല്ലോ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാല്. അറിയോ എന്താണെന്ന്? ചെക്ക് ലിസ്റ്റ് എന്താ? ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെ, ഓരോ കാര്യങ്ങൾ നമ്മൾ ഇന്നത് ചെയ്തോ ചിലപ്പോൾ നമ്മൾ ലിസ്റ്റ് ഇട്ട് നോക്കിയിട്ടുണ്ടാവും. എല്ലാ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇന്നത് കഴിയുമ്പോൾ ഇന്നത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഹൗസ് കീപ്പിംഗ് ആണെങ്കിൽ എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്തിട്ട് ഇന്ന കാര്യം ചെയ്തോ, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ. A hospital housekeeping checklist is used by hospital housekeepers. Okay. എന്താണ് ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹോസ്പിറ്റലിലെ ആ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ്.
to encourage a sterilized environment in patient rooms and avoid the spread of hospital acquired infection. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് പേഷ്യൻസിന്റെ റൂം നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്തോ, ഒരു എന്താണ് അന്തരീക്ഷം, അങ്ങനെയുള്ള ഒരു സ്റ്റെറിലൈസ് അന്തരീക്ഷം നൽകാനായിട്ടും, അതുപോലെ തന്നെ അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, അല്ലെ ഹോസ്പിറ്റലുകളിൽ ഇൻഫെക്ഷൻ പടർന്നു പിടിക്കുന്നത് തടയാനായിട്ട്, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെക്ക് ലിസ്റ്റുകൾ നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് പേഷ്യൻസിന്റെ റൂം നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ഹോസ്പിറ്റലുകളിലെ ഈ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. The checklist has been formed to make it easier for hospital to follow hospital housekeeping standards operating procedure. നമ്മൾ പഠിച്ചിട്ടില്ലേ SOP? SOP എന്താ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്, ആ എക്യുപ്മെന്റിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള പ്രൊസീജിയർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുവഴിയാണ് ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്. ഓരോ പ്രൊസീജിയറും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എക്യുപ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നതിലൂടെ ഹൗസ് കീപ്പിംഗ് ഇപ്പൊ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ചെക്ക് ലിസ്റ്റിൽ നമ്മൾ ഇന്നത് നമ്മൾ ക്ലീൻ ആക്കാം, ഇന്നത് സ്റ്റെറിലൈസ് ചെയ്യണം, അപ്പൊ നമ്മൾ ചെക്ക് ലിസ്റ്റ് വഴി എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ സ്റ്റാൻഡേർഡ്സും ഉണ്ടാവുന്നത്, ആ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അത് ക്ലീൻ ആക്കേണ്ടത് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ക്ലീൻ ആക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയേ, such as high touch surfaces, room zoning and cleaning path. ഈ മൂന്ന് കാര്യങ്ങളും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പ്രൊസീജിയറിലൂടെയാണ് അത് ചെയ്യേണ്ടത്, അതെന്ത് ചെയ്യും, ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ ഉണ്ടാവും. ആ പ്രൊസീജിയർ വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോ കാര്യങ്ങളും ക്ലീൻ ആക്കി അണുവിമുക്തമാക്കുന്നു. അത് നമ്മൾ ചെക്ക് ലിസ്റ്റിൽ തയ്യാറാക്കിയിട്ടുണ്ടാവും. ഇന്ന കാര്യങ്ങൾ, ഇപ്പൊ ഹൈ ടച്ച് സർഫസസ് ക്ലീൻ ആക്കാം, അല്ലെങ്കിൽ റൂം സോണിങ്, ക്ലീനിങ് പാത്തുകൾ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വഴിയാണ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത് ക്ലീൻ ആക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാവും. ആ പ്രൊസീജിയർ വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീൻ ആക്കുന്നു. മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി എന്താണ്, വിത്ത് സേഫ്റ്റി കൾച്ചർ, സേഫ്റ്റി കൾച്ചർ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ക്യാൻ ഈസിലി, എന്താണ്, ഇങ്ങനെ നല്ല രീതിയിൽ ഹൗസ് കീപ്പിങ്ങിലൂടെ എന്താണ് സേഫ്റ്റി പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ പോയിന്റ്? ഇനി എന്താണ്, അപ്പൊ നമ്മള് ഈ പാരഗ്രാഫിൽ എന്തൊക്കെയാ പഠിച്ചത്, പറഞ്ഞത് എന്തൊക്കെയാണ്, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്, പേഷ്യൻസിന്റെ റൂം സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റുകൾ നമ്മൾ പ്രിപ്പയർ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ആ ചെക്ക് ലിസ്റ്റ് വഴി നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് നമ്മൾ എഴുതി തയ്യാറാക്കും ആ ചെക്ക് ലിസ്റ്റ് വഴി. ആ ചെക്ക് ലിസ്റ്റ് വഴി അങ്ങനെ തയ്യാറാക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ ഇതിനകത്ത് ഉണ്ടാവും, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിനകത്ത് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ലീനിങ് നടത്തുന്നതും സാനിറ്റൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യുന്നതും. ഓക്കെ ആണോ? മനസ്സിലായില്ലേ? ഓക്കെ, ഇനി എന്താണ്, ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യൻസ് റൂം. പേഷ്യന്റ് റൂമിന്റെ റൂം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഹൗസ് കീപ്പേഴ്സിന്റെ ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്. അതിന്റെ അവിടെ ഒന്ന് ഒരു കോമെന്റ് കൊടുക്കുക കേട്ടോ. വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്, വെയർ ഡിസ്പോസിബിൾ ഗ്ലൗസ്. എന്ത് ചെയ്യണം, ഹാൻഡ് അല്ലെ, നമ്മുടെ കൈകള് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ വാഷ് ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം. അതുപോലെ ഗ്ലൗസ് ധരിക്കുക, വെയർ എന്ന് പറഞ്ഞാൽ ധരിക്കുക, ഗ്ലൗസ് ധരിക്കുക. മനസ്സിലായില്ലേ ഫസ്റ്റ് പോയിന്റ്?
ഇനി എന്താണ് രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. ലീവ് ക്ലീനിങ് കാർട്ട് ഇൻ ഹാൾ, സെറ്റ് അപ്പ് എ സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. എന്താണ് നമ്മള് ഓരോ റൂമും ക്ലീൻ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഉന്തുവണ്ടിയില് എല്ലാ സാധനങ്ങളും, കാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉന്തുവണ്ടിയാണ് അല്ലെ, ആ ഉന്തുവണ്ടിയിൽ എല്ലാ സാധനങ്ങളും വെച്ചിട്ടാണ് അവിടെ വരാറ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം, ആ നമ്മള് ചിലപ്പോ മുറി ക്ലീൻ ചെയ്യുന്നുണ്ടാവും, ആ ടൈമിൽ ചിലപ്പോ പുറത്തു നിന്ന് ആളുകള് അകത്തേക്ക് കയറാനായിട്ട് സാധ്യതയുണ്ട്. അവർക്കറിയാത്തത് കൊണ്ട് തന്നെ അകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡോറിന്റെ മുൻപില് സേഫ്റ്റി സൈനുകള് സ്ഥാപിക്കണം. ഓക്കെ, നമ്മൾ റേഡിയോളജി റൂംസ് അല്ലെങ്കിൽ റേഡിയോളജി പഠിച്ചപ്പോ പറഞ്ഞില്ലേ അവിടെ എന്താണ് എക്സ്റേ ഒക്കെ എടുക്കുമ്പോ അവര് പെട്ടെന്ന് പുറത്തു നിന്ന് ആളുകള് അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൈൻ ബോർഡ് സ്ഥാപിക്കണം, അല്ലെങ്കിൽ സൈൻ ബോർഡ് ഉണ്ടാവും. അത് നോക്കണം പറഞ്ഞിട്ടില്ലേ, ഓർമ്മയുണ്ട് അത് റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട്? ഓർമ്മയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അണുവിമുക്തമാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ അണുക്കള് അയാളുടെ ബോഡിയിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അയാൾ അകത്തേക്ക് കയറാതിരിക്കാൻ, ആ റൂമിന്റെ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി സൈനുകള് സ്ഥാപിക്കണം. ഇനി എന്താണ് ഇൻസ്റ്റന്റ്ലി സ്ട്രെയിറ്റൻ റൂം വേക്കന്റ് ആൻഡ് റീലൈൻ ട്രഷ് ക്യാൻസ്. എന്താണ് സ്ട്രെയിറ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റൂമുകളൊക്കെ നേരെയാക്കിയിട്ട്, ഇപ്പൊ കുഷ്യൻസ് ഉണ്ടാവും, അതുപോലെ ചെയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നീറ്റ് ആക്കി ക്ലീൻ ആക്കിയിടാ, നേരെയാക്കുക കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് വേക്കന്റ് എന്ന് പറഞ്ഞാല് ശൂന്യമാക്കുക. നമ്മൾ പറഞ്ഞു അല്ലെ, ട്രാഷ് ക്യാൻസ്, ഈ ചവറ്റുകൊട്ടകൾ അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്കറ്റ് ഒക്കെ വേസ്റ്റ് ഒക്കെ കളഞ്ഞ് അത് നല്ല രീതിയിൽ ശൂന്യമാക്കി വെക്കാം അവിടെ. ഓക്കെ, പിന്നെന്താണ് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് ഏരിയ. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് ഏരിയ, നമ്മള് പെട്ടെന്ന് തൊടുന്ന ഭാഗങ്ങളൊക്കെ ഹൈ ടച്ച് ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം. ഡസ്റ്റ് എയർ വെന്റ്സ് ലൈറ്റ് ടെലിവിഷൻ സെറ്റ് ആൻഡ് വിൻഡോ സിൽസ്. ഇവിടെ എയർ വെന്റ്സ് എന്ന് പറയുന്നത് വെന്റിലേഷൻസ് ആണ് കേട്ടോ. അവിടെ എന്ത് ചെയ്യാം, എയർ വെന്റിലേഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, പൊടി ഉണ്ടെങ്കിൽ പൊടിയൊക്കെ തുടച്ചു മാറ്റാം. ലൈറ്റിന്റെയും അതുപോലെ തന്നെ ടെലിവിഷൻ സെറ്റ് അതിന്റെയൊക്കെ ഡസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തുടച്ച് നീക്കിക്കളയാ. അതുപോലെ വിൻഡോ സിൽസ് എന്ന് പറഞ്ഞാല് ജനൽപ്പടി, സിൽസ് ജനൽപ്പടി, അതൊക്കെ അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാം, പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് തട്ടിക്കളയാം. ഓക്കെ, ഇനി എന്താണ് സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ് ബെഡ് സൈഡ് കമ്മോഡ്. കമ്മോഡ് എന്താ, കമ്മോഡ് എന്താ മലവിസർജന പാത്രം, അതാണ് കമ്മോഡ്. മല വിസർജന പാത്രം, അതൊക്കെ എന്ത് ചെയ്യണം, സാനിറ്റൈസ് ചെയ്യാം, സ്റ്റെറിലൈസ് ചെയ്യാം. വൈപ്പ് ഡൗൺ കൗണ്ടർ ടോപ്സ്, ചെക്ക് ഫർണിച്ചേഴ്സ്, ഡിസിൻഫെക്ട് ഡോർ ഹാൻഡിൽസ്. കൗണ്ടർ ടോപ്സ് എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ എന്താണ് ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന പ്രതലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, സർഫസ് ഉണ്ടാവില്ലേ, ഹൊറിസോണ്ടൽ സർഫസ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എന്താണ് തുടയ്ക്കുക. അതുപോലെ തന്നെ എന്താണ് ഫർണിച്ചർ ചെക്ക് ചെയ്യുക. അതുപോലെ ഡോർ ഹാൻഡിൽസ് ഒക്കെ ഡിസിൻഫെക്ട് ആക്കുക, അണുവിമുക്തമാക്കുക. ഇത്രയും കാര്യങ്ങളാണ് പേഷ്യൻസ് റൂംസ് ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ള ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്, അതുപോലെ ഗ്ലൗസ് ധരിക്കാം. പിന്നെന്താണ്, ഇപ്പൊ നമ്മൾ ഒരു റൂം ക്ലീൻ ചെയ്യുമ്പോ അവിടെ സേഫ്റ്റി സൈൻ ബോർഡ് ഇടണം. അതുപോലെ തന്നെ എന്താണ് റൂമൊക്കെ നല്ല രീതിയിൽ ശരിയാക്കി നേരെയാക്കി ഇടുക. അതുപോലെ വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കി ശൂന്യമാക്കി വെക്കുക. അതുപോലെ എന്താണ് ഹൈ ടച്ച് ഏരിയാസ് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കാം, സാനിറ്റൈസ് ആക്കാം. അതുപോലെ എയർ വെന്റിലേഷൻസ് ഉണ്ടാവും, ലൈറ്റ്, ടെലിവിഷൻ സെറ്റ്, ജനൽപ്പടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, ഡസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് വൃത്തിയാക്കാം. പിന്നെ അതുപോലെ തന്നെ മലവിസർജന പാത്രങ്ങൾ, കമ്മോഡ് എന്ന് പറഞ്ഞാല് മലവിസർജന പാത്രം, അതൊക്കെ എന്ത് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം. അതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സർഫസസ്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടയ്ക്കുക. ഫർണിച്ചർ ചെക്ക് ചെയ്യാം. അതുപോലെ ഡോർ ഹാൻഡിൽസ് ഒക്കെ
എന്ത് ചെയ്യണം? ഡിസിൻഫെക്ട് ആക്കാം. ക്ലിയർ അല്ലേ? ഒന്ന് വായിച്ചു നോക്കി, വായിച്ചു നോക്കട്ടോ. ഓക്കെ ആണോ? പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? മനസ്സിലാവുന്ന പോയിന്റ്സ് ആണല്ലോ. ഓക്കെ. ഇനി എന്താണ്? പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ് 4 എണ്ണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ. empty and sanitize trash can needed, replace linears and covers. അല്ലെ? empty ആക്കുക, എന്ത് ചവിട്ട് മുട്ടകൾ അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്കറ്റ് എന്താക്കുക, സാനിറ്റൈസ് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യമാണെങ്കിൽ റീപ്ലേസ് ചെയ്യുകയും അത് empty ആക്കി ശൂന്യമാക്കി ഇടുകയും ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? സാനിറ്റൈസ് ടച്ച് പോയിന്റ്സ്, ലൈറ്റ് സ്വിച്ച് ആക്കണം കേട്ടോ. അവിടെ സ്പെല്ലിംഗ് എറർ ഉണ്ട്. ലൈറ്റ് സ്വിച്ച്, ഡോർ നോബ്, ഹാൻഡ് റൈസ്. ലൈറ്റ് സ്വിച്ചുകള്, അതുപോലെ ഡോർ നോബ് എന്താ? നോബ് പിടിട്ടാ, ഡോറിന്റെ പിടി ഉണ്ടാവൂലേ, അതാണ് നോബ് കേട്ടോ, പിടി. അതുപോലെ ഹാൻഡ് റൈസ്, നമ്മൾ പിടിച്ച് പിടിച്ച് കയറുന്നത് കേട്ടാ. സ്റ്റെയറിൽ പിടിച്ച് നമ്മൾ കയറിയില്ലേ, അത് ഹാൻഡ് റൈസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാനിറ്റൈസ് ചെയ്യാം. പിന്നെ എന്താണ്? ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവേഴ്സ്, ടബ്സ് ആൻഡ് സിങ്ക്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഷവേഴ്സ് ആയാലും ടബ്സ് ആയാലും ഒക്കെ ക്ലീൻ ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ടോയ്ലറ്റ് ബൗൾ, സീറ്റ്, ടാങ്ക് ആൻഡ് ഫ്ലഷ് ഹാൻഡിൽ. അപ്പോ ഈ കാര്യങ്ങൾ ടോയ്ലറ്റ് ബൗള്, സീറ്റ്, അതുപോലെ ടാങ്ക്, ഫ്ലഷ് ഹാൻഡിൽ, ഇതൊക്കെ എന്ത് ചെയ്യാം? ക്ലീൻ ആക്കാം, സാനിറ്റൈസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ആണ്. പിന്നെന്താണ്? ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ഇനി അടുത്തതാണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക് ആയിട്ട് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് റൂം ക്ലീൻ ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കിയേ. മേക്ക് ഫേം ദാറ്റ് പേഷ്യന്റ് ഹാസ് ബീൻ ഡിസ്ചാർജ്ഡ് ആൻഡ് റൂം വേക്കന്റ്. എന്ത് ചെയ്യണം? ആദ്യം പേഷ്യന്റ് ഡിസ്ചാർജ് ആയി അല്ലെങ്കിൽ റൂം വേക്കന്റ് ആയി എന്ന് ഉറപ്പ് വരുത്തണം. പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി അല്ലെങ്കിൽ റൂം വേക്കന്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? പെർഫോം ഹാൻഡ് ഹൈജീൻ, വെയർ ഗ്ലൗസ്. കേട്ടോ, അവിടെ ഗ്ലൗസ് ഒന്ന് ആക്കണേ. വെയർ ഗ്ലൗസ്, പ്ലേസ് സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ഡോർ. എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ശുചിയുള്ള റൂം ആക്കണം. അതുപോലെ ഗ്ലൗസ് വെയർ ചെയ്യണം. നമ്മള് റൂം ശുചിയാക്കുമ്പോ നമ്മളെ കയ്യില് ഗ്ലൗസുകൾ ഇടാം. അതുപോലെ എന്താണ്? റൂം ക്ലീൻ ആക്കുമ്പോ പുറത്തു നിന്ന് മറ്റാരെങ്കിലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോറിന്റെ മുൻപില് സേഫ്റ്റി സൈൻ ബോർഡുകൾ സ്ഥാപിക്കണം. ഇനി എന്താണ്? ഡിസ്ഇൻഫെക്ട് മാട്രസ് ടോപ്പ്. എന്താണ് മാട്രസ്? മാട്രസ് എന്താ? മാട്രസ്
കിടക്ക. ഓക്കെ, കിടക്ക. അതൊക്കെ എന്താക്കാം, കിടക്കയുടെ ടോപ്പ് ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഡിസിൻഫെക്ട് ആക്കണം. അതുപോലെ ബോട്ടം ആൻഡ് സൈഡ്, അതിന്റെ ബോട്ടം കീഴ്ഭാഗവും സൈഡുകളൊക്കെ നല്ല രീതിയിൽ അണുവിമുക്തമാക്കണം. ഇനി റീപ്ലേസ് കവർ, ബെഡ് കവർ അതുപോലെ പില്ലോ കവർ ഒക്കെ റീപ്ലേസ് ചെയ്യാം. ഇനി എന്താണ്, വാക്വം ആൻഡ് പോളിഷ് ഫർണിച്ചർ, ടേൺ കുഷ്യൻ, നോൺ സ്റ്റെയിൻസ് ഓർ ഡാമേജ്. എന്താണ് വാക്വം എന്ന് പറഞ്ഞാൽ ശൂന്യമായിരിക്കുക, അല്ലെ, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ശൂന്യമായി കിടക്കുന്ന സ്ഥലം, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, ഫർണിച്ചർ നല്ല രീതിയിൽ പോളിഷ് ചെയ്യണം. ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആക്കാം. പിന്നെ ടേൺ കുഷ്യൻസ്, കുഷ്യനൊക്കെ അലങ്കോലപ്പെടുത്തിയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കി വെക്കാം. ഇനി എന്താണ്, നോട്ട് ചെയ്യാം, മലിനമായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ, എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അല്ലെങ്കിൽ മലിനമായി കിടക്കുന്നുണ്ടോ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഇനി എന്താണ്, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, വീൽ ചെയേഴ്സ്, IV പോൾസ് എക്സെട്ര. ഓക്കെ, അപ്പൊ വീൽ ചെയേഴ്സ് ഉണ്ടാവും, IV പോൾസ് അറിയാലോ നിങ്ങൾക്ക്. IV കാനുല ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രോഗികളെ ട്രിപ്പൊക്കെ ഇടാറില്ലേ നമ്മള്. അപ്പൊ ആ സ്റ്റാൻഡ് ആണ് IV പോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റാൻഡ് ഒക്കെ എന്ത് ചെയ്യണം, സ്റ്റാൻഡ് ആയാലും അതുപോലെ തന്നെ വീൽ ചെയേഴ്സ് ആയാലും നല്ല രീതിയിൽ ക്ലീൻ ആക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും വേണം. പിന്നെ എന്താണ്, ചെക്ക് ആൻഡ് റീഫിൽ സോപ്പ് ആൻഡ് പേപ്പർ ടവൽസ് ഡിസ്പെൻസേഴ്സ്. എന്താണ്, സോപ്പുകളൊക്കെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് റീഫിൽ ചെയ്ത് വെക്കാം. പേപ്പർ ടവൽസ് അറിയാലോ, ടിഷ്യൂസ് ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എംപ്റ്റി ആണെങ്കിൽ അതെന്ത് ചെയ്യണം, റീഫിൽ ചെയ്യാം. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം, സ്വീപ്, വെറ്റ്, മോപ്പ് ആൻഡ് സാനിറ്റൈസ് ഓൾ ഫ്ലോർസ്. എന്ത് ചെയ്യണം, ബാത്റൂമുകൾ, പേഷ്യന്റിന്റെ ബാത്റൂം നല്ല രീതിയിൽ ക്ലീൻ ആക്കുക, സാനിറ്റൈസ് ചെയ്യുക, തുടയ്ക്കുക, അടിക്കുക. അതുപോലെ എല്ലാ ഫ്ലോറും നല്ല രീതിയിൽ സാനിറ്റൈസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലീനിങ്ങിൽ വരുന്നത്. എന്താണ്, ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞത്, പേഷ്യന്റ് ഡിസ്ചാർജ് ആയി അല്ലെങ്കിൽ റൂം വേക്കന്റ് ആയി എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ നല്ല രീതിയിൽ ഹൈജീൻ, ശുചിയാക്കുക ആ റൂം. അതുപോലെ തന്നെ ഗ്ലൗസ് ഇടുക, നമ്മള് അവിടെ വർക്ക് ചെയ്യാൻ വരുമ്പോ കയ്യിലൊക്കെ ഗ്ലൗസ് ഇടുക. അതുപോലെ പുറത്തു നിന്ന് ആളുകള് അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സേഫ്റ്റി സൈൻ ബോർഡുകൾ സ്ഥാപിക്കണം ഡോറിന്റെ മുന്നില്. പിന്നെന്താണ്, മാട്രസ് അല്ലെ, കിടക്കകളുടെ ബോട്ടം, ടോപ്പും സൈഡൊക്കെ നല്ല രീതിയിൽ ഡിസിൻഫെക്റ്റ് ആക്കാം. അതുപോലെ റീപ്ലേസ് ചെയ്യാം, പില്ലോ കവർ, ബെഡ് കവർ ഒക്കെ റീപ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ ഫർണിച്ചർ പോളിഷ് ചെയ്യാം. ശൂന്യമായി കിടക്കുന്ന, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അടിച്ചുവാരി ക്ലീൻ ആക്കാം, നല്ല രീതിയിൽ ക്ലീൻ ആക്കാം. പിന്നെന്താണ്, കുഷ്യൻസ് ടേൺ ആക്കാം. പിന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മലിനമായി കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോട്ട് ചെയ്യണം. പിന്നെന്താണ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് സാനിറ്റൈസ് ചെയ്യാം, ക്ലീൻ ചെയ്യാം. ഏതൊക്കെയാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആയിട്ട് വരുന്നത്, IV പോൾസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, വീൽ ചെയേഴ്സ് ഉണ്ട്. പിന്നെന്താണ്, ചെക്ക് ആൻഡ് റീഫിൽ സോപ്പ് ആൻഡ് പേപ്പർ ടവൽസ് അല്ലെ, നല്ല രീതിയിൽ ആ പേപ്പർ ടവൽസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ടിഷ്യൂസ് ഒക്കെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് ഫിൽ ചെയ്ത് കൊടുക്കുക. സോപ്പിന്റെ കണ്ടെയ്നറിൽ സോപ്പ് ഇല്ലെങ്കിൽ അത് റീഫിൽ ചെയ്യാം. ഇനി എന്താ പറഞ്ഞത്, പേഷ്യന്റിന്റെ ബാത്റൂം ക്ലീൻ ആക്കുക, സാനിറ്റൈസ് ചെയ്യണം, അടിക്കുക, തുടയ്ക്കുക. അതുപോലെ എല്ലാ ഫ്ലോറും നല്ല രീതിയിൽ അടിച്ചുവാരി ക്ലീൻ ആക്കണം, സാനിറ്റൈസ് ചെയ്യണം. ഓക്കെ ആണോ, വായിച്ചു നോക്കിയേ. ടെർമിനൽ റൂം ടാസ്കും അതുപോലെ തന്നെ പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയറും രണ്ടൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. വരാം. ഓക്കെ.
വായിച്ചു നോക്കിയോ? ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കിയേ. ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ്. കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫസസ് കണ്ടാമിനേറ്റഡ് ബൈ ബോഡി എന്നാക്കണം കേട്ടോ. ബോഡി ഫ്ലൂയിഡ്സ് ആസ് പെർ പ്രോട്ടോകോൾസ്. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ബോഡി എന്നാക്കാം. ബോഡി ഫ്ലൂയിഡ്സ്. Cleaning up and sanitize surfaces contaminated by body fluids as per protocol. Protocol അനുസരിച്ച് ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് മലിനമായിട്ടുള്ള സർഫസസുകൾ എന്ത് ചെയ്യണം? ക്ലീൻ ആക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യണം. പ്രോട്ടോകോൾ അനുസരിച്ച് ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് മലിനമായിട്ടുള്ള സർഫസസുകള് ക്ലീൻ ആക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും വേണം. ഏതൊക്കെയാണ് ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ട് വരുന്നത്? എക്സാമ്പിൾ പറഞ്ഞേ. ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെ പറയാൻ പറ്റും? ബ്ലഡ്, പിന്നെ യൂറിൻ. വെരി ഗുഡ്. ബ്ലഡ്, യൂറിൻ, സലൈവ, ഓക്കെ, മൂക്കസ്, സലൈവ, പസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് എന്താണ്? പ്രോട്ടോകോൾ അനുസരിച്ച് ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസുകൾ എന്ത് ചെയ്യണം? ക്ലീൻ ആക്കുകയും സാനിറ്റൈസ് ആക്കുകയും വേണം. പിന്നെന്താണ്? സെക്കൻഡ് പോയിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പണ്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് പോയിന്റ് ആണ് റീഇൻസ്റ്റേറ്റ്. ആ പോയിന്റ് ആണ് കേട്ടോ. സെക്കൻഡ് പോയിന്റ് ആണ് ഇവിടെ എഴുതി ചേർക്കാറുണ്ടെന്നുള്ളത്. റീഇൻസ്റ്റേറ്റ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വെൻ 3/4 ഫുൾ. എന്താണ് ഷാർപ്പ്? ഷാർപ്പ് ഐറ്റംസ് ഏതൊക്കെയാ വരാം? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. ഷാർപ്പ് ഐറ്റംസ് സിസേഴ്സ്, നീഡില്, പിന്നെ നീഡിൽ, സിസേഴ്സ്, നീഡിൽ, ബ്ലേഡ്. വെരി ഗുഡ്. ബ്ലേഡ്, കത്തി അല്ലെ? അങ്ങനെയുള്ള ഐറ്റംസ്. ഗ്ലാസ്, പൊട്ടിയ ഗ്ലാസ് ഒക്കെ. അപ്പൊ പൊട്ടിയ ഗ്ലാസ് അല്ലെങ്കിൽ മൂർച്ചയില്ലാത്ത ബ്ലേഡുകള്, കത്രികകള്, ഇതൊക്കെ എന്ത് ചെയ്യും? നമ്മളൊരു പാത്രത്തില് അത് സൂക്ഷിച്ചു വെക്കും. അത് സൂക്ഷിച്ചു വെക്കുമ്പോ അതിന്റെ 3/4 ഭാഗമാകുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? റീപ്ലേസ് ചെയ്യും. ആ പാത്രം മാറ്റി വേറൊരു പാത്രം നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്യുന്നു. അതാണ് പറയുന്നത് ഇൻ റീസ്റ്റീറ്റ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വെൻ 3/4 ഫുൾ. 3/4 ഭാഗം, ആ പാത്രത്തിന്റെ 3/4 ഭാഗത്തോളം ആകുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നുണ്ട്? ആ പാത്രം മാറ്റി വേറൊരു പാത്രം അവിടെ സ്ഥാപിക്കും. പിന്നെന്താണ്? തേർഡ് പോയിന്റ് നോക്കിയേ. കൺഫോം. അവിടെ കൺഫോം എന്നാക്കണേ. കൺഫോം ഫ്ലോർസ് ആർ ഫ്രീ ഓഫ്. കൺഫോം എന്നാക്കട്ടെ അവിടെ. കൺഫോം ഫ്ലോർസ് ആർ ഫ്രീ ഓഫ് ഡിബ്രിസ് ആൻഡ് ട്രിപ്പിംഗ് ഹസാർഡ്സ്. ഡിബ്രിസ് എന്താ? അവശിഷ്ടങ്ങൾ. ഡിബ്രിസ് മീൻസ് അവശിഷ്ടങ്ങൾ. നമ്മളപ്പോ ഫ്ലോർ ചെക്ക് ചെയ്യാം. ഫ്ലോറിൽ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ട്രിപ്പിംഗ് ഹസാർഡ്സ് എന്ന് പറഞ്ഞാല് അപകടകരമായിട്ടുള്ള എന്തെങ്കിലും തെന്നിപ്പോകാൻ രീതിയിലൊക്കെ കിടക്കുന്നുണ്ടോ? നമ്മൾ ചിലപ്പോ പെട്ടെന്ന് തെന്നിയൊക്കെ പോകാലോ. അങ്ങനെ തെന്നി പോകുന്ന വിധത്തിലൊക്കെ കിടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കി ഐഡന്റിഫൈ ചെയ്ത് അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് ഫ്ലോർ എന്ത് ചെയ്യണം? ഫ്രീ ആണെന്ന് ചെക്ക് ചെയ്യുക. ഫ്രീ ആണ് അല്ലെങ്കിൽ ഫ്ലോർ ക്ലീൻ ആയി എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ ആണോ? പിന്നെന്താണ്? ഇമ്മീഡിയറ്റ്ലി ക്ലീൻ അപ്പ് സ്പിൽസ് ഓഫ് ഫ്ലോർസ് ആൻഡ് ഫർണിച്ചർ. സ്പിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒഴുകി കിടക്കുന്നുണ്ടോ എന്ന് നോക്കാം.
ഒഴുകിക്കിടക്കുക, എന്തെങ്കിലുമൊക്കെ ഒഴുകിക്കിടക്കുന്നുണ്ടോ, ഫ്ലോർസിലായാലും ഫർണിച്ചേഴ്സിലായാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒഴുകിക്കിടക്കാൻ പാകത്തിൽ കിടക്കുന്നുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതൊക്കെ ക്ലീൻ ആക്കണം. പിന്നെന്താണ്, കീപ് ആൻഡ് eye on the personal belongings left by patients and visitors. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ആയാലും വിസിറ്റേഴ്സ് ആയാലും അവരുടെ സ്വകാര്യ കാര്യങ്ങളൊക്കെ എന്താണ്, സ്വകാര്യ സാധനങ്ങളൊക്കെ എന്താണ്, ചിലപ്പോ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. അപ്പൊ ആ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, ഒന്ന് നോക്കാം, ഒന്ന് ശ്രദ്ധിക്കാം. ചിലപ്പോ എന്താണ്, ഡയപ്പേഴ്സ് ഫോർ എക്സാമ്പിൾ പറയുന്നെങ്കിൽ ഡയപ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിൻസ്, അതുപോലെ മരുന്നുകള്, പല മരുന്നുകളും ചിലപ്പോ അവിടെ ഇട്ടിട്ട് പോകും. അതുപോലെ സോപ്പ്, ചീപ്പ്, കണ്ണാടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകും അല്ലെ അവര്. അപ്പൊ അങ്ങനെ പോകുമ്പോ അതൊക്കെ എന്താണ്, എങ്ങനെയൊക്കെയുള്ളതാണ് എന്നൊക്കെ ശ്രദ്ധിക്കുക. പിന്നെന്താണ്, കോർഡിനേറ്റ് ക്ലീനിങ് എഫേർട്ട് വിത്ത് cafeteria staff, wipe and sanitize table chairs. Cafeteria എന്ന് പറഞ്ഞാൽ എന്താ, cafeteria ഏത് സ്റ്റാഫ് ആണ്? കഫറ്റേറിയ സ്റ്റാഫ് എന്ന് പറഞ്ഞാല് ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ടാവുമല്ലോ അല്ലെ, അവിടെയുള്ള സ്റ്റാഫിനെയാണ് കഫറ്റേറിയ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഭക്ഷണശാലകളിലുള്ള സ്റ്റാഫ് കേട്ടോ, ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്. അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് എന്താ, ക്ലീനിങ് ആണല്ലോ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവിടെ അല്ലെ ഭക്ഷണം കൊടുക്കുന്നത് അവിടെ നല്ല രീതിയിൽ ക്ലീൻ ആക്കേണ്ടത് ആവശ്യമാണ്. അവരുമായിട്ട് കൂടി ചേർന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും, ടേബിൾസ് ആയാലും ചെയർസ് ആയാലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും തുടയ്ക്കുക, അടിക്കുക, വാരുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ചേർന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ചെയ്യണം. പിന്നെന്താണ്, ചെക്ക് സ്റ്റോറേജ് ഏരിയ ഫോർ ക്ലീൻലിനെസ് ആൻഡ് സൈൻ ഓഫ് ഇൻസെക്ട്സ് ആൻഡ് റോഡൻസ്. റോഡൻസ് എന്താ, റോഡൻസ് എന്താ, എന്താ റോഡൻസ്? ഇൻസെക്ട്സ് എന്താ, നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, റാറ്റ്, വെരി ഗുഡ്. അപ്പൊ റോഡൻസ് എന്ന് പറഞ്ഞാല് എലികള്, അതുപോലെ തന്നെ ഇൻസെക്ട്സ്, ചെറു പ്രാണികള്. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയയില് ചിലപ്പോ എന്താണ്, ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ എന്താണ്, അവിടെ ചിലപ്പോ എലിശല്യം ഉണ്ടാവാം, ചെറു പ്രാണികളൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. സ്റ്റോറേജ് ഏരിയ നല്ല രീതിയിൽ ക്ലീൻ ആക്കി സൂക്ഷിക്കണം. എലിയും അതുപോലെ പല പ്രാണികളൊക്കെ വരാം. അതുകൊണ്ട് തന്നെ ആ ഏരിയ എന്ന് പറഞ്ഞാല് നല്ല ക്ലീൻ ആക്കി നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ചെക്ക് ചെയ്യണം, സ്റ്റോറേജ് ഏരിയ ക്ലീൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെന്താണ്, അപ്ലൈ ഹൈലി stringent cleaning and sanitizing procedures to avoid the spread of germs and bacteria. Germs ആയാലും ബാക്ടീരിയ ആയാലും എന്താണ്, അവര് നമ്മുടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലേ ഈ ബാക്ടീരിയ ഒക്കെ വരുമ്പോ. അപ്പൊ ബാക്ടീരിയനൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിംജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർശനമായ സ്ട്രിംജന്റ് കർശനമായിട്ടുള്ള സാനിറ്റൈസിങ് പ്രൊസീജിയർ അപ്ലൈ ചെയ്യണം. ബാക്ടീരിയ, ജെംസ് ഒക്കെ സ്പ്രെഡ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ട്, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കർശനമായിട്ടുള്ള സാനിറ്റൈസിങ് പ്രൊസീജിയർ അപ്ലൈ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസിൽ പറഞ്ഞത് കേട്ടോ. എന്തൊക്കെയാ പറഞ്ഞത്? പ്രോട്ടോകോൾ അനുസരിച്ച്, ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? പ്രോട്ടോകോൾ അനുസരിച്ച് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസസ് ക്ലീൻ ആക്കുകയും സാനിറ്റൈസ് ആക്കുകയും ചെയ്യണം. അതുപോലെ ഈ പൊട്ടിയ ഗ്ലാസുകള്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഷാർപ്നേഴ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യണം? ആ പാത്രത്തില് 1/4 ഭാഗത്തോളം ആകുമ്പോ അത് റീപ്ലേസ് ചെയ്യാം, പാത്രം റീപ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, ഫ്ലോറ് ഫ്രീ ആണോ എന്ന് കൺഫേം ചെയ്യേണ്ടതുണ്ട്. അവശിഷ്ടങ്ങളുണ്ടോ, എന്തെങ്കിലും ഇങ്ങനെ അപകടകരമായിട്ടുള്ള എന്തെങ്കിലും ആ ഫ്ലോറിൽ കിടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഫ്ലോറും ഫർണിച്ചറിലും എന്തൊക്കെ ചിലപ്പോ ഒഴുകിക്കിടക്കുന്ന വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആക്കുകയും നല്ല സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ
പേഷ്യൻസും അവിടെ വരുന്ന വിസിറ്റേഴ്സും അവരുടെ സ്വകാര്യ സാധനങ്ങളൊക്കെ ചിലപ്പോ നിക്ഷേപിച്ചിട്ട് പോവാം. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവര് ഉപേക്ഷിച്ചിട്ട് പോയ കാര്യങ്ങള്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെന്താണ്, കഫറ്റേറിയ സ്റ്റാഫുമായിട്ട് അല്ലെ, ക്യാൻറ്റീനിലെ സ്റ്റാഫുമായിട്ട് കൂടി ചേർന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരെ എന്ത് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ അവിടെ ക്ലീൻ ആക്കുകയും അടിക്കുകയും തുറക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പിന്നെന്താണ്, സ്റ്റോറേജ് ഏരിയ ക്ലീൻ ആണോ, അതുപോലെ എന്തെങ്കിലും പ്രാണികളുടെ ശല്യങ്ങളുണ്ടോ, എലികളുടെ ശല്യങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെന്താണ്, ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള ജംസ് ഒക്കെ പടരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള സാനിറ്ററി പ്രൊസീജിയേഴ്സ് അപ്ലൈ ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെയാണോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നാളെ വരുമ്പോ ഇത്രയും വരെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.